2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ സർവേ ഫലം ഗോളാന്തര വാർത്തകൾ പുറത്തുവിടുകയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ആരാണ് അധികാരത്തിൽ വരിക? മൂന്നാം തവണ NDA സഖ്യം അധികാരത്തിൽ വരുമോ അതോ ഇന്ത്യ സഖ്യം കേന്ദ്രഭരണം തിരിച്ചുപിടിക്കുമോ എന്നത് വ്യക്തമാക്കുന്നതാണ് സർവേ ഫലം. 543 ലോക്സഭാ സീറ്റുള്ള ഇന്ത്യയിലെ വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് 29 സീറ്റും BJPക്ക് 51 സീറ്റും ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. മഹാരാഷ്ട്രയിൽ ആകെ 48 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ ഇന്ത്യ സഖ്യം 23 സീറ്റുകൾ നേടുമ്പോൾ NDA 25 സീറ്റുകൾ നേടുമെന്ന് സർവേ പറയുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ കനത്ത തിരിച്ചടി മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമെന്ന് സർവേ പറയുന്നു. 2009 തെരഞ്ഞെടുപ്പിൽ NDAക്ക് 48 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. പശ്ചിമബംഗാളിൽ ആകെ 42 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ ഇന്ത്യ സഖ്യത്തിന് 30 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. NDAക്ക് വെറും 12 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ബീഹാറിൽ ആകെ 40 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. ഈ സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് 28 സീറ്റും NDAക്ക് ഇത്തവണ 12 സീറ്റുകളും ലഭിക്കും. തമിഴ്നാട്ടിൽ 39 സീറ്റുകളുണ്ട്. ഇതിൽ ഇന്ത്യ സഖ്യത്തിന് 29 സീറ്റുകൾ ലഭിക്കുമ്പോൾ 10 സീറ്റ് NDAക്ക് ലഭിക്കും. മധ്യപ്രദേശിൽ ആകെ 29 ലോക്സഭാ സീറ്റുകളുണ്ട്. ഇതിൽ 14 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും 15 സീറ്റ് NDAക്കും ലഭിക്കും. മധ്യപ്രദേശിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. 2019 28 സീറ്റുകളിൽ BJP ജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ BJPക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്ന് സർവേ സൂചിപ്പിക്കുന്നു. കർണാടകയിൽ 28 ലോക്സഭാ സീറ്റുകളുണ്ട്. അതിൽ ഇന്ത്യ സഖ്യത്തിന് 20 സീറ്റുകൾ ലഭിക്കുമ്പോൾ NDAക്ക് 8 ലോക്സഭാ സീറ്റുകൾ ലഭിക്കും. കഴിഞ്ഞ തവണ BJP 25 സീറ്റുകൾ നേടിയിരുന്നെങ്കിലും ഇത്തവണ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അടുത്തതായി ഏവരും ഉറ്റുനോക്കുന്ന ഗുജറാത്ത് സംസ്ഥാനമാണ്. ഗുജറാത്തിലെ 26 സീറ്റുകളിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് 10 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. BJPക്ക് 16 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വോട്ട് ശതമാനം വർദ്ധിക്കുമെന്നും സർവേ പറയുന്നു. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് 4 സീറ്റും NDAക്ക് 2 സീറ്റും ലഭിക്കും. YSRCPക്ക് 19 സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. രാജസ്ഥാനിലെ കണക്കുകൾ നോക്കുമ്പോൾ ആകെയുള്ള 25 സീറ്റുകളിൽ 13 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമ്പോൾ ബാക്കി 12 സീറ്റുകൾ NDAക്ക് ലഭിക്കും. കഴിഞ്ഞ തവണ 24 സീറ്റും BJP നേടിയെങ്കിലും ഇത്തവണ മത്സരം കടുക്കുമെന്നാണ് സർവേ പറയുന്നത്. ഒറീസയിൽ ആകെ 21 സീറ്റുകളാണുള്ളത്. അതിൽ BJPക്കും കോൺഗ്രസിനും 2 സീറ്റുകൾ വീതം മാത്രമേ ലഭിക്കുകയുള്ളൂ. ബിജു ജനതാദളിന് 17 സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. അടുത്തത് കേരളമാണ്. കേരളത്തിലെ 20 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് 20 സീറ്റും ലഭിക്കും. BJPക്ക് ഇത്തവണയും അക്കൗണ്ട് തുറക്കാനാകില്ല. അതായത് കോൺഗ്രസിന് 16 സീറ്റും CPMന് 4 സീറ്റും ലഭിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. തെലങ്കാനയിൽ ആകെ 17 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് 15 സീറ്റുകൾ നേടാനാകും. എന്നാൽ NDAക്ക് 2 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആസാമിൽ ആകെ 14 സീറ്റുകളാണ്. ഇതിൽ ഇന്ത്യ സഖ്യത്തിന് 8ഉം NDAക്ക് 6 സീറ്റും ലഭിക്കും. 13 സീറ്റുകളുള്ള പഞ്ചാബിൽ ഇന്ത്യ സഖ്യത്തിന് 10 സീറ്റുകൾ ലഭിക്കുമ്പോൾ NDAക്ക് 3 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. കെജ്രിവാളിന്റെ അറസ്റ്റും ശിരോമണി അകാലിദളിന്റെ വിയോജിപ്പുകളും BJPക്ക് തിരിച്ചടിയാകും. ഇനി ഛത്തീസ്ഗഡിലെ 11 ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് 7 സീറ്റും NDAക്ക് 4 സീറ്റുകളും ലഭിക്കും. ഹരിയാനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആകെ 10 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഇതിൽ ഇരുമുന്നണികൾക്കും 5 സീറ്റുകൾ വീതം ലഭിക്കും. ഡൽഹിയിലെ 7 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് 4 സീറ്റുകളും NDAക്ക് 3 സീറ്റുമാകും ലഭിക്കുന്നത്. ഡൽഹി കേന്ദ്രഭരണ പ്രദേശമാണ്. കഴിഞ്ഞ തവണ എല്ലാ സീറ്റിനും വിജയിച്ച BJPക്ക് ഇത്തവണ സീറ്റുകൾ കുറയും. NCPയുടെയും ശിവസേനയുടെയും പിളർപ്പ് BJPക്ക് തിരിച്ചടിയാകുമെന്നാണ് സർവേ പറയുന്നത്. ജമ്മു കാശ്മീരിലെ 5 സീറ്റുകളിൽ NDA സഖ്യത്തിന് 4ഉം BJPക്ക് 1 സീറ്റും ലഭിക്കും. ഉത്തരാഖണ്ഡിൽ ആകെ 5 സീറ്റുകളാണ് ഉള്ളത്. അതിൽ ഇന്ത്യ സഖ്യത്തിന് 3 സീറ്റും NDAക്ക് 2 സീറ്റുമാണ് ലഭിക്കുന്നത്. ഹിമാചലിൽ 4 സീറ്റുകളുണ്ട്. ഇതിൽ 4 എണ്ണവും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്ന് സർവേ പറയുന്നു. മണിപ്പൂരിലെ 2 സീറ്റുകളിൽ 2 സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് തന്നെ ലഭിക്കും. അരുണാചൽ പ്രദേശിൽ 2 സീറ്റുകളുണ്ട്. ഇതിൽ 2ഉം NDAക്ക് ആയിരിക്കും ലഭിക്കുന്നത്. മേഘാലയയിലെ 2 സീറ്റുകളിൽ 2 മുന്നണികൾക്കും ഓരോ സീറ്റ് വീതം ലഭിക്കും. ത്രിപുരയിലെ 2 സീറ്റുകളിൽ ഇരുവർക്കും ഓരോ സീറ്റ് വീതം ലഭിക്കും. ഗോവയിലും ആകെ 2 സീറ്റുകളാണ് ഉള്ളത്. ആ 2 സീറ്റുകളും ഇന്ത്യ സഖ്യത്തിനായിരിക്കും ലഭിക്കുന്നത്. മിസോറാമിൽ ആകെയുള്ള 1 സീറ്റ് BJPക്കായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ നാഗാലാൻഡിലെ 1 സീറ്റ് ഇന്ത്യ സഖ്യത്തിനായിരിക്കും ലഭിക്കുന്നത്. സിക്കിമിലെ 1 സീറ്റും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും. കേന്ദ്രഭരണ പ്രദേശമായ മറ്റ് 6 സ്ഥലങ്ങളിൽ ഇന്ത്യക്ക് 3 സീറ്റുകളും NDAക്ക് 3 സീറ്റുകളും വീതം ലഭിക്കും. മറ്റു കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ ആകെ 543 ലോക്സഭാ സീറ്റുകൾ എണ്ണിക്കഴിയുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് 292 സീറ്റും NDAക്ക് 201 സീറ്റും മറ്റുള്ളവർക്ക് 50 സീറ്റുകൾ വരെയും ലഭിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. അതായത് ഇത്തവണ BJP സർക്കാരിനെ താഴെയിറക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും എന്നു തന്നെയാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റട്ടിമറികളൊന്നും തന്നെ സംഭവിക്കുന്നില്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഇന്ത്യ ഭരിക്കുമെന്ന് തന്നെയാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്.